ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് മൺഡേയുടെ എനർജി എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പയൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ ഗൈഡൻസ് എന്താണ്, ജാനുവരി 20th എനർജി എന്താണ്. പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ഇവിടെ വന്നിട്ട് 6 ഓഫ് വോൺസിൻ്റെ എനർജിയാണ്. ഇന്ന് വന്നിട്ട് സക്സസ് നേടാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് നീങ്ങാം, അതിൽ നിങ്ങളുടെ എനർജി കൊടുക്കുന്നതായിട്ട്, ഫോക്കസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് എന്തെങ്കിലും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറികടക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ചാപ്റ്റേഴ്സ് എൻഡ് ചെയ്തിട്ട് അവിടെ എങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കാം, ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാം, അതും കുറച്ച് പേര് ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇത് ഹീലിംഗ് ആണ്. കുറച്ച് പേർക്ക് നിങ്ങൾ കുറേ നാളായിട്ട് എന്തെങ്കിലും ലെറ്റ് ഗോ ചെയ്യണം, മറികടക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പോസിബിൾ ആകുന്നതാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് ചാലഞ്ചസ് വരുന്നുണ്ടെങ്കിലും അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, വ്യക്തിബന്ധങ്ങളിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തൻ്റെ ഐഡൻറ്റിറ്റിയെ കുറിച്ചിട്ട്, തൻ്റെ എനർജിയെ കുറിച്ചിട്ട് ഒരു കൺഫ്യൂഷൻ കുറച്ച് പേരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതും കുറച്ച് പേർക്ക് ഹീൽ ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പോർട്ടൽ, ഒരു എനർജി ഇന്ന് ഓപ്പൺ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ എനർജി സ്റ്റീൽ ചെയ്യുന്നതായിട്ട് പല രീതിയിലായിരിക്കാം. നിങ്ങൾ ചെയ്യുന്ന വർക്ക് മറ്റുള്ളവരെടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ വിഷമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെയും കുറച്ച് പേർക്ക് പേഴ്സണൽ ഹീലിംഗ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ എഫേർട്ടിന് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ ഞാൻ ഒത്തിരി എഫേർട്ട് എടുക്കണം, എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ സ്ലോ ആയിട്ടാണ് വരുന്നത്, പതുക്കെയാണ് സംഭവിക്കുന്നത്, ഒത്തിരി സമയം ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബിലീഫ് സിസ്റ്റം, അങ്ങനെ ചെയ്താൽ മാത്രമാണ് എനിക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ, ഹാർഡ് വർക്ക് വഴി മാത്രമാണ് എനിക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബിലീഫ് സിസ്റ്റം നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇന്ന് ഒരു എനർജി അവൈലബിൾ ആണ്, ഹെൽപ്പ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ആ ഒരു ശക്തി നിങ്ങളെ മനസ്സിലാക്കി തരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എന്നെക്കൊണ്ടെല്ലാം പോസിബിൾ ആകുന്നതാണ്, ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്, അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നതാണ്. ആ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് വരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് കടന്നു വരുന്നുണ്ടാകാം. അത് നിങ്ങളെ കുറച്ചൊരു സർപ്രൈസ്ഡ് ആയിട്ട് നിർത്തുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ബിലീഫ് സിസ്റ്റം, നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പാറ്റേൺസിൽ കുറച്ച് പേർക്ക് ഹീലിംഗ് ലഭിക്കുന്നുണ്ടാകാം, പല രീതിയിലായിരിക്കാം. ഓവറോൾ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ആ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ടത് ഈ ഒരു ഡെവലിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക് ഇത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഗ്യാസ് ലൈറ്റിംഗ് എനർജിയാണ്. നിങ്ങളെ ട്രിഗർ ചെയ്യുക, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും ട്രിഗേഴ്സ് റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ ഡീലിങ്സ്, എന്തെങ്കിലും ഹ്യൂജ് എമൗണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അതിൽ കുറച്ചൊരു അവെയർനെസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങളെ സിൻസിയറായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും
സ്വീറ്റ് വേർഡ്സ് അല്ലെങ്കിൽ പീപ്പിൾ പ്ലീസിങ് എനർജിയിൽ നിൽക്കുന്ന ആൾക്കാർ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളെ കൈവിടുന്നതാണ്. ഓക്കെ, ആ ഒരു സമയത്തെല്ലാം നമ്മൾ വിചാരിക്കാത്ത വ്യക്തികളായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അവെയർനെസ് നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, ചോയ്സസ്, നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ, കുറച്ച് പേർക്ക് ഇത് കണ്ടൻ്റ് ആയിരിക്കാം, യൂട്യൂബിലുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. അപ്പോൾ അതെല്ലാം ആവശ്യമുണ്ടോ, അതെല്ലാം കുറച്ചൊന്ന് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്താനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഡീലിങ്സ് ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഗെയിൻ കുറച്ചൊന്ന് കെയർഫുൾ ആകുക. കുറച്ചും കൂടെ ലോ ഫോളോ ചെയ്യുക, അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ മൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേയുടെ എനർജി എന്താണ്. ജാനുവരി 20th മൺഡേയുടെ എനർജി എന്താണ്. പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ഫൈവ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം കുറച്ചും കൂടെ കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഫൈറ്റ്, ആർഗ്യുമെൻറ്റ്, വഴക്ക്, ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, മെൻ്റൽ ടെൻഷൻ ആയിരിക്കാം കുറച്ച് പേർക്ക്, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എനർജി. കുറച്ച് പേർക്ക് നിങ്ങളുടെ ബോഡി ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കാം. ഓക്കെ, പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി വിലങ്ങുക, നടക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അതെല്ലാം കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. കുറച്ചൊരു ബാലൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ്, ഫൈറ്റ്സ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹയർ പെർസ്പെക്റ്റീവിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കുറച്ചൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി. കുറച്ച് പേർക്ക് യാത്രകൾ അല്ലെങ്കിൽ വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഹാപ്പിനെസ് ലഭിക്കുന്നതായിട്ട്, എന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ട്സ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ന്യൂസ് ആയിരിക്കാം, അറിയിപ്പായിരിക്കാം, പല രീതിയിലായിരിക്കാം ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. കുറച്ച് പേർക്ക് ഇത് എന്തെങ്കിലുമൊക്കെ കെയറിങ് ആയിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ എനർജി ആയിരിക്കാം, എന്തെങ്കിലും ഓഫർ ആയിരിക്കാം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ കുറച്ച് ഒരു ചെറിയൊരു അറ്റൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുറച്ചൊരു ഹാർഡ് വർക്ക് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് കുട്ടികളുടെ ലൈഫിലായിരിക്കാം, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ ഫോക്കസ് കൊടുക്കാനായിട്ട്, അവർക്ക് അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലുമൊക്കെ തുറന്ന് പറയുക, അതുവഴി എന്തെങ്കിലുമൊക്കെ സൊല്യൂഷനിലോട്ട് എത്തുക, ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകുക. അപ്പോൾ കുറേ നാളായിട്ട് നടന്നുകൊണ്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എൻഡ് ചെയ്യാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു എഫേർട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം, നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ചൊരു അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഇന്നത്തെ ദിവസം പോസിബിൾ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാമിലി പ്രോബ്ലം, റിലേഷൻഷിപ്പ് പ്രോബ്ലം, ഓക്കെ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുക, കൂടെ ആരുമില്ല, ആ ഒരു പ്രശ്നം കുറച്ചൊന്ന് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. എന്തെങ്കിലും ഫൈറ്റ്, ആർഗ്യുമെൻറ്റ്സ് കുറച്ചൊന്ന് കെയർഫുൾ ആകുക. പ്രത്യേകിച്ചും ഇവിടെ മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കുറച്ചുകൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ പ്രത്യാശയോടുകൂടി ഒത്തിരി ഹോപ്പ്ഫുള്ളായിട്ട് ഓവർ എക്സ്പെക്റ്റേഷൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാകാം. അവിടെ ഒരു നിരാശ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി വരുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വിഷമിക്കാതിരിക്കുക. നമുക്ക് സൊല്യൂഷൻ ഉണ്ട്, ആൻസർ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാനായിട്ട് സാധിക്കുന്നതാണ്.
ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയിലിരിക്കുക, കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. കുറച്ച് പേർക്ക് എഗെയിൻ ഫിനാൻഷ്യൽ ഡീലിങ്സ് ആണ്, കുറച്ചും കൂടെ കെയർഫുള്ളി ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് കമ്മിറ്റ്മെൻ്റ് ആണ്, ഒരു അർപ്പണ മനോഭാവത്തിൻ്റെ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ചെയ്യുന്ന കാര്യങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റിസൾട്ട് ലഭിക്കണം, എനിക്കിതുപോലെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ എന്ത് എനർജി കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്, അതിൽ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ടിരിക്കുക, പ്രത്യേകിച്ചും ഇമോഷണൽ എനർജിയിൽ ബാലൻസ് കൊണ്ടുവരിക. മണി, ഫിനാൻസ്, കരിയറിൽ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക, അതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മൺഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.